ഇന്ന് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ഞാനും പൊളിറ്റും കന്യാകുമാരിക്ക് സോളോ ട്രിപ്പ് അടിച്ചാലെന്ന് വിചാരിച്ച് നേരെ കന്യാകുമാരിക്ക് വിട്ടു. അങ്ങനെ വഴിയിലും തെറ്റിട്ട് ഒരു ഉച്ചരലാകുമ്പോഴേക്കും കടലുണ്ട്. അപ്പോഴേക്കും കുറച്ച് സമാധാനമായി. ഈടെത്തുമ്പോൾ എടുത്ത് പീടിയിൽ അടച്ചിട്ടുണ്ടായി. ചിലപ്പോൾ വൈകുന്നേരം തുറക്കാനായിരിക്കും. ഒടുക്കത്ത് വെയിലായതുകൊണ്ട് ഞാൻ സൺഗ്ലാസ് എടുത്ത് വെച്ച്, അല്ലാണ്ട് ഷോ ആക്കാനൊന്നല്ല കേട്ടോ. ആടെ തന്നെ ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി. സബ്സ്ക്രൈബ് ഞാൻ അവനെ കൊണ്ട് ആർന്ന് ചെയ്യിപ്പിച്ചാണ്. സോളോ ട്രിപ്പ് ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ കൂടെ കൂട്ടി, എന്റെ ക്യാമറമാനായിട്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ആ പ്രതിമയുടെ അടുത്തൊക്കെ എത്തണം. അതിന്റെ വഴിയാണ് ഞാൻ ഈ നോക്കുന്നത്. ഈ പൊരിന്ന വേല് താഴത്തേക്കില്ല വഴി തപ്പിട്ട് ഞാൻ അവനെ നടക്കാൻ തുടങ്ങി. ഓരോ നാട് ശരിക്കും മഹാരാഷ്ട്രയിലാണ്. എനിക്ക് പിന്നെ കുറച്ച് ഹിന്ദി ആയിരുന്നുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നു. അങ്ങനെ തെണ്ടി തിരിഞ്ഞ് വഴി കിട്ടി. ഈ കാണുന്ന ബോട്ടിൽ കയറിയാൽ അടുത്തൊക്കെ എത്താൻ പറ്റും. അങ്ങനെ ചെക്കനും ഞാനും ജാക്കറ്റിലോട്ട് സെറ്റായി. ഇതിലാണെങ്കിൽ ആൾക്കാരായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ബോട്ട് എടുത്ത് ആദ്യത്തെ തരടിച്ചപ്പോൾ തന്നെ മൊത്തം ചെണ്ടായി. ആടി അടിപൊളിയായിട്ട് ആടെ ഇറങ്ങി. ആടുന്ന് 30 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് നടന്നു. ആദ്യം തന്നെ ഈ കാണുന്ന അമ്പലത്തിൽ കയറി. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിന് നിന്നില്ല. അത് കഴിഞ്ഞ് നേരത്തെ കണ്ട പ്രതിമയുടെ അടിയിലേക്കാണ് ഈ പോകുന്നത്. ഈ വെളിച്ചിന്റെ പയ്യെ നമ്മളും കയറി. അതിന്റെ മേലെ എത്തുമ്പോൾ നല്ല ഉപ്പ് കാറ്റും അടിപൊളി വ്യൂ. ആടെ എത്തിക്കുമ്പോൾ മനസ്സിലായി ഈ പ്രതിമ ദൂരത്ത് നിന്ന് കാണാനാ രസം. ഇതിപ്പോ ഒന്നും തിരിഞ്ഞില്ലല്ലോ. ഇവനാണെങ്കിൽ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ആടെ കാര്യമായിട്ട് ഒന്നുമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോകുന്ന വിചാരിച്ചു. തിരിച്ചു പോകുമ്പോൾ ഞാൻ റൂട്ടൊന്ന് മാറ്റി പിടിച്ചു. ഈ വഴിയാണെങ്കിൽ നല്ല അടിപൊളി റോഡും നല്ല വ്യൂവും. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ കാറ്റടി മെഷീനൊക്കെ എത്ര അടുത്തുനിന്ന് കാണുന്നത്. എനിക്കാണെങ്കിൽ എത്ര കണ്ടിട്ടും മതിയാകുന്നില്ല. പിന്നെ ഇവിടെ നോക്കിയാലും ഈ കാറ്റടി തന്നെ. പിന്നെ കുറച്ചങ്ങോട്ട് തിരുമ്പും ഈ ഒരു വ്യൂവും കൂടി കണ്ട്. ഇതും കൂടി ആയപ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു. ഞാൻ അങ്ങനെ അതും കണ്ട് നേരെ പോയി.